അപ്പം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്, ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ടു ലെങ്സസ് ഓഫ് പവർ. ആദ്യത്തെ പവർ തന്നിട്ടുണ്ട്, P1 ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞിരിക്കുന്നു, -1.5 ഡയോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പവർ തന്നിട്ടുണ്ട്, P2ൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് 2.5 ഡയോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട്, ഫൈൻഡ് ഫോക്കൽ ലെങ്ത് ആൻഡ് പവർ ഓഫ് ദി കോമ്പിനേഷൻ. സോ പവർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, P1 + P2 ചെയ്താൽ മതി. P1ൻ്റെ ആൻസർ എത്രയാണ്, -1.5 പ്ലസ് P2ൻ്റെ ആൻസർ എത്രയാണ്, 2.5. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചാൽ 2.5 നിന്ന് 1.5 കുറച്ചാൽ 1 ആവും. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ, പവർ ഈസ് ഈക്വൽ ടു 1 ഡയോപ്റ്റർ എന്ന് കിട്ടും, 1 ഡയോപ്റ്റർ. അതുപോലെ നമുക്ക് പവർ കിട്ടിയാൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. സോ ഇവിടെ P കാണുന്നിടത്ത് Pൻ്റെ ആൻസർ എത്രയാണ്, 1 ആണ്. F കണ്ടുപിടിക്കാൻ ഈ Fനെ മുകളിലോട്ട് എഴുതുക, 1നെ താഴോട്ട് എഴുതുക. അപ്പോൾ 1/1 ഈസ് ഈക്വൽ ടു F. 1/1ൻ്റെ ആൻസർ 1 ആണ്. സോ 1 മീറ്റർ ആണ്. മീറ്ററിലോ നമുക്ക് സെൻറ്റിമീറ്ററിലും പറയാം. അപ്പോൾ 1 മീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്, അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആണ്. അടുത്ത പവർ ഓഫ് ദി കോമ്പിനേഷൻ, പവർ ഓഫ് ദി കോമ്പിനേഷൻ 1 ഡയോപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഇതൊക്കെ കണ്ട് കൃത്യമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസുകൾ എഴുതി പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ തിയറി സെക്ഷൻസ് വ്യക്തമായിട്ട് എല്ലാവരും എഴുതി പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. അടുത്ത നമുക്ക് 1ാമത്തെ മൊഡ്യൂളുമായിട്ട് കാണാം. ഓക്കെ, ബൈ.